മൈദയോ ഗോതമ്പ് പൊടിയോ ചേർക്കാത്ത വിഷു സ്പെഷ്യൽ ഉണ്ണിയപ്പം. 1.5 കപ്പ് പച്ചരി കഴുകി 3 മണിക്കൂർ കുതിർത്ത് വെക്കുക. കുതിർത്ത അരി വെള്ളം ഊറ്റിക്കളഞ്ഞ് പൊടിക്കുന്ന ജാറിലിടുക. കൂടെ 3 ഏലക്കയുമിട്ട് പൊടിച്ചെടുക്കുക. അരിപ്പൊടി ഒരു ബൗളിലേക്ക് മാറ്റുക. കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉടയ്ക്കുക. 3 ആണി ശർക്കരയുടെ കൂടെ 1/3 കപ്പ് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ശർക്കര ഉരുക്കിയെടുക്കുക. ഉരുകിയ ശർക്കര അരിപ്പൊടിയിലേക്ക് അരിച്ചൊഴിക്കുക. നന്നായി ഇളക്കി ചേർക്കുക. മൂന്ന് പാളയംകോടൻ പഴം തൊലി കളഞ്ഞ് ഒരു ചട്നി ജാറിലിട്ട് നന്നായി അരച്ചെടുത്ത് കൂട്ടിലൊഴിക്കുക. ഇളക്കി ചേർക്കുക. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കാവുന്നതാണ്. ഇത് 8 മണിക്കൂർ മാറ്റി വച്ചതിന് ശേഷം അപ്പം ചുടാവുന്നതാണ്. അപ്പം ചുടുന്നതിന് മുമ്പ് ഒരു വാലുരുളിയിൽ നെയ്യ് ചൂടാക്കി തേങ്ങാക്കൊത്ത് വറുക്കുക. തവിട്ടു നിറമാകുമ്പോൾ തീയണച്ച് ഉണ്ണിയപ്പക്കൂട്ടിലേക്കിടുക. കൂടെ 1 ടീസ്പൂൺ എള്ളും ചേർക്കുക. നന്നായി ഇളക്കുക. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വച്ച് ചൂടാകുമ്പോൾ കുഴികളിൽ എണ്ണയൊഴിക്കുക. ഒഴിക്കാൻ എളുപ്പമുള്ള ഒരു ഗ്ലാസ്സിലോ മറ്റോ കോരി കുഴികളുടെ 1/4 ഭാഗം വരെ കൂട്ടൊഴിക്കുക. ഇടത്തരം തീയിൽ വേവിച്ച് അടിഭാഗം തവിട്ടു നിറമാകുമ്പോൾ തിരിച്ചിടുക. മറുഭാഗവും തവിട്ടു നിറമാകുമ്പോൾ പുറത്തെടുക്കുക. ഒരു അരിപ്പയിലോ മറ്റോ എണ്ണ ഊറാൻ വെക്കുക. ഉണ്ണിയപ്പം റെഡിയായി. പാചകക്കുറിപ്പ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.